അക്രമവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു, കോൺഗ്രസ് പറയുന്നു. പിന്നെ ഇതിനപ്പുറത്തേക്ക് ഇനി മറ്റൊരു ചോദ്യത്തിന്റെയും പ്രസക്തിയില്ല. തല്ലുണ്ടാക്കുക, തല്ല് വാങ്ങിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നത് വ്യക്തമായിരിക്കുന്നു എന്നാണ് ഒരല്പം മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ കുറെ കാലങ്ങളായി സ്വപ്നത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്തെങ്കിലും തെളിവില്ലായ്മ വിളിച്ചു പറയുന്ന പോലെയാണ് കാര്യങ്ങളോട് പ്രതികരിച്ച് കാണുന്നത്. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി അങ്ങനെയാണ്, ഈ വിഷയത്തിലും അങ്ങനെയല്ല. നോക്കൂ, എന്താണ് നവകേരള സദസ്സ്? ആരോ ഏതോ ഒരു PR ഏജൻസി ഉപദേശിച്ചു കൊടുത്തതിന്റെ പുറത്ത് ആ ഉപദേശം കേട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ നമ്മൾ ഈ കോട്ടയത്ത് പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും വെളുക്കാൻ തേച്ച PR എക്സസൈസ് ആണ് ഈ പറയുന്ന നവകേരള സദസ്സ്. അത് അവരുടെ മുഖത്ത് വലിയൊരു പാണ്ടായി തെളിഞ്ഞു നിൽക്കുകയാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയി. അപ്പോ അവർക്ക് വിറളി പൂണ്ടിരിക്കുന്നു. അങ്ങനെ വിറളി പൂണ്ട അവർ ഞങ്ങളുടെ പ്രവർത്തകർ കരുതൽ തടങ്കലിൽ അനിയന്ത്രിതമായി, അടിയന്തരാവസ്ഥ കാലത്ത് എന്നതിനേക്കാൾ വ്യത്യസ്തമായി അതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി ഞങ്ങളുടെ പ്രവർത്തകർ, ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റുമാരടക്കം കരുതൽ തടങ്കലിൽ പ്രവേശിക്കപ്പെട്ടപ്പോ കണ്ണൂരിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യം കരിങ്കൊടി കാണിക്കുന്നു. ആ കരിങ്കൊടി കാണിക്കുന്നതിനെ രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് വിളിച്ച് ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ അടക്കം തല തല്ലി പൊളിക്കുന്ന രീതിയിലാണ് DYFI മുമ്പോട്ട് പോയത്. അങ്ങനെ മുമ്പോട്ട് പോയതിനെ പിറ്റേ ദിവസം നവകേരള സദസ്സിൽ ആരാണ് ന്യായീകരിച്ചത്? സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപർണ, ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട്, ആരാണ് ഈ CPM വേണ്ടി എന്റെ കൂടെ ചർച്ചയ്ക്ക് വരുന്ന, ഞാനിപ്പോ ഏതാണ്ട് 4 വർഷത്തോളമായി എന്റെ കൂടെ ചർച്ചയ്ക്ക് വരുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ക്യാപ്സ്യൂൾ കൊടുക്കുന്നത് ആരാണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ഓർത്തത് CPM ക്യാപ്സ്യൂൾ ഫാക്ടറിയുടെ മാനേജർ അത് പോരാളി ഷാജി എന്ന ഫേക്ക് ID ആണ് എന്നാണ്. എന്നാ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? CPM AKG സെന്ററിന്റെ ക്യാപ്സ്യൂൾ ഫാക്ടറിയുടെ മാനേജർ അത് സഹാവ് പിണറായി വിജയൻ തന്നെയാണ്. നോക്കൂ, DYFIയുടെ കൊലപാതക ശ്രമത്തെ, DYFIയുടെ അക്രമോത്സുകതയെ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് വിളിക്കുക. രണ്ടാമത്, DYFI പ്രവർത്തകരെ ഞാൻ അതിനെ പ്രേരിപ്പിക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്, ഞാൻ അവരെ ഇതിന്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുക അടക്കം പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ മുമ്പോട്ട് പോകുക. ഇങ്ങനെയൊക്കെ പുതിയ പുതിയ ക്യാപ്സ്യൂളുകൾ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് മുഴുവൻ പുതിയ ക്യാപ്സ്യൂളുകൾ നവകേരള സദസ്സിന്റെ വേദിയിൽ വാരി എറിയുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ CPM ക്യാപ്സ്യൂൾ ഫാക്ടറിയുടെ നേതാവിന്റെ പേര്, മാനേജറിന്റെ പേര് പിണറായി വിജയൻ എന്നായി മാറിയിരിക്കുന്നു. 2, കോൺഗ്രസിന്റെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? ഞങ്ങളുടെ കുട്ടികൾ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റുമാർ, ഞങ്ങളുടെ ജില്ലാ ഭാരവാഹികൾ തെരുവിൽ DYFI ആക്രമണം നേരിടുമ്പോ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിന്നാൽ ഞങ്ങൾ പ്രതിപക്ഷമല്ലാതാവില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകരോട് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? സ്വാഭാവികമായി അത് ചോദ്യം ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട്, പ്രോട്ടോകോൾ മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ട് വടിയുമായി യൂത്ത് കോൺഗ്രസുകാരെ അങ്ങനെ തല്ലാൻ ഇറങ്ങിയാൽ തിരിച്ചു തല്ലാൻ യൂത്ത് കോൺഗ്രസിന് അറിയാം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഈ സംസ്ഥാനത്ത് ആദ്യമായില്ലേ അല്ല, തിരിച്ചു തല്ലുമെന്ന് മാത്രമാണോ? അക്രമവുമായി മുന്നോട്ട് പോകും. നവകേരള സദസ്സ് കഴിഞ്ഞാലും ഞങ്ങൾ രക്ഷാപ്രവർത്തനം, അതായത് ഇൻകോട്സ് തുടരുമെന്ന് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ പറയുന്നത്. ഈ കാണിക്കുന്ന പ്രതിഷേധം ഞങ്ങൾ തുടരും. അത് ഒരുപക്ഷെ പോലീസിനോടുള്ള സമീപനമടക്കം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ മാറുകയില്ല, ഞങ്ങൾ തുടരുമെന്ന് പറയുന്നത് അക്രമവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് വ്യക്തമാക്കുകയാണ് എന്നാണ് CPM പറയുന്നത്. അല്ല അപർണ, കേൾക്കൂ, തൊടുപുഴയിൽ ഇതിനു മുമ്പ്, നവകേരള സദസ്സിന് മുമ്പ് ഒരു പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് പോലീസുകാരന്റെ ഫൈബർ ലാത്തി കണ്ണിൽ കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകനുള്ള ആളാണ് ഞാൻ. മനസ്സിലായോ? തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം നസിയ മുണ്ടപ്പള്ളി KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അവരുടെ വസ്ത്രം വലിച്ചു കീറുന്ന രീതിയിൽ, അവരുടെ കണ്ണ് തല്ലി പൊട്ടിക്കുന്ന രീതിയിൽ പോലീസ് പോയില്ലേ? അതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറുന്നത് ആരാണ്? കേരളത്തിലെ പിണറായിയുടെ പോലീസല്ലേ? അതെല്ലാം നോക്കി കെട്ടി ഈ വിദൂഷക സദസ്സിൽ ഇരിക്കുന്നത് പോലെ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ മിണ്ടാതെ മൗനം പാലിച്ച് ഉരിയാടാതെ ഇരിക്കണമെങ്കിൽ ഞങ്ങളുടെ സംഘടനകളുടെ യൂത്ത് കോൺഗ്രസ് എന്നാണ്. ഇവിടെ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന യുവമോർച്ചയെ പോലെ എല്ലാം കേൾക്കുമ്പോൾ മിണ്ടായിരിക്കുന്ന പോലെ പരിപാടിക്ക് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ വനിതാ സഹപ്രവർത്തകർ അപമാനിക്കപ്പെടുന്നു തെരുവിൽ. ചോദ്യം ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ അപർണ, ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് എന്നെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് ഏതെങ്കിലും ഗവൺമെന്റ് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ.
ഈ ഗവൺമെന്റ് ആ തൂലിക കൂടി ഇവരുടെ തലയിൽ ചാർത്തപ്പെട്ടില്ലേ? സുരക്ഷാ ഉദ്യോഗസ്ഥന് പോലീസ് സുരക്ഷ കൊടുക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞേക്കാം, ഇത് അക്രമ ആഹ്വാനമൊന്നുമല്ല, ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ സംരക്ഷിക്കും. രക്ഷാപ്രവർത്തനം എന്ന് അതിന് പേരിട്ടാൽ അങ്ങനെ അല്ല, ജീവൻ രക്ഷാ മാർഗം എന്ന് പ്രതികരിച്ചാൽ അങ്ങനെ. ഞങ്ങളുടെ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഗാന്ധി മാത്രമല്ല, സുഭാഷ് ചന്ദ്രബോസും മറ്റ് നേതാക്കളും ഒക്കെ കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു. ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും, അത് പ്രതിരോധിക്കുകയും ചെയ്യും. ജനശ്രദ്ധ ആകർഷിക്കുന്ന സമരങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ കായികപരമായി നേരിടാനാണ് തീരുമാനമെങ്കിൽ അതിനെ അതേ രീതിയിൽ പ്രതികരിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതായി വരും. അത് യൂത്ത് കോൺഗ്രസും ഞാൻ തിരികെ എത്താം.